വചനസാരം വചനസാരം. സുവിശേഷത്തില് യേശുനാഥൻ അയക്കപ്പെടുന്നവനുണ്ടാകേണ്ട 4 ഗുണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 2 ഗുണങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, 2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് അയക്കപ്പെടുന്നവനൊരു ജനറോസിറ്റി ഉണ്ടാകണം, ഒരു ഉദാരത, കൊടുക്കാനുള്ളൊരു മനസ്സ് ഉണ്ടാകണം എന്നുള്ളത് ആണ് ആദ്യം ആവശ്യപ്പെടുന്നൊരു കാര്യം. രണ്ടാമതായിട്ട് ആവശ്യപ്പെടുന്നൊരു കാര്യം ദൈവാശ്രയബോധം ഉണ്ടാകണം. മറ്റൊന്നും കരുതേണ്ട ആവശ്യമില്ല എന്ന് ഈശോ പറയുമ്പോൾ ഈശോ ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്: ദൈവാശ്രയബോധം ഉണ്ടാകണം, ജനറോസിറ്റി ഉണ്ടാകണം, ദൈവാശ്രയബോധം ഉണ്ടാകണം. കാരണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി അയക്കപ്പെടുന്നവരാണ്. ആർക്കൊക്കെയോ കുറവുണ്ടോ, ആരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുറവിനാൽ വേദനിക്കുന്നുണ്ടോ, കണ്ണില്ലാതെ, കാലില്ലാതെ, രോഗത്താൽ, 1-2 കാര്യങ്ങൾ അവിടെ മെൻഷൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ മറ്റു ഒരുപാട് കാര്യങ്ങൾ ഈശോ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സമാധാനമില്ലാത്തവർക്ക്, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷം കൊടുക്കാൻ. അപ്പം ഇതൊക്കെ കൊടുക്കുന്നതിൽ ഉദാരത ഉള്ളവർ, ധാരാളമായി കൊടുക്കാൻ മനസ്സുള്ളവരായിരിക്കണമെന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. രണ്ടാമതായിട്ട് ദൈവാശ്രയം. മറ്റ് 2 ഗുണങ്ങൾ ഈശോ ഡയറക്റ്റ് പറയുന്നില്ല, പക്ഷെ അത് അവരുണ്ടാകേണ്ട ക്വാളിറ്റിയാണ്. ഒന്ന്, കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നൊരു മനസ്സുണ്ടാകണം. കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നൊരു മനസ്സിനുടമയായിരിക്കണം. രണ്ടാമതായിട്ടോ ഈശോ അവനിൽ കാണുന്നൊരു ഗുണം, അർഹതയുള്ളവനെ കണ്ടെത്താനുള്ള വിവേകം ഉണ്ടാകണം. അങ്ങനെയല്ലേ ഈശോ പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോൾ അവിടെ അർഹതയുള്ളവരെ കണ്ടെത്തി അവരുടെ കൂടെ നിൽക്കണമെന്നാണ് പറയുക, അവരോട് കൂടെ ആയിരിക്കുക. ഈ അർഹതയുള്ളവർക്ക് ഒരു ക്രൈറ്റീരിയയും ഈശോയോട് പറയുന്നില്ല, ഒരു ക്രൈറ്റീരിയയും കൊടുക്കുന്നില്ല. ഇന്നിന്ന കഴിവുകളുള്ളവർ അല്ലെങ്കിൽ ഇന്നിന്ന സ്ഥിതികളുള്ളവരാണ് അർഹതയുള്ളവരെന്നൊന്നും ഈശോ പറയുന്നില്ല. നമ്മൾ ഈശോയുടെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈശോ സ്റ്റേ ചെയ്തിട്ടുള്ളതൊക്കെ പാപികളുടെ കൂടെ, മനസ്സുകൊണ്ട് ഒരുപാട് മാറ്റം ആഗ്രഹിച്ച്, ഇപ്പോഴുള്ള ജീവിതാവസ്ഥയിൽ നിന്ന് മാറ്റം ആഗ്രഹിക്കുന്ന മനസ്സിന് ഉടമയായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഈശോ നിന്നിട്ടുള്ളത്. അവരുടെ ഭവനത്തിലാണ് ഈശോ പോയിട്ടുള്ളത്, അവരോട് കൂടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള മനസ്സുള്ളവരെ കണ്ടെത്താനുള്ളൊരു വിവേകമാണ്, അർഹതയുള്ളവരെ കണ്ടെത്താനായിട്ട് ഈശോ തന്നെ പറയാം നമ്മളോട്. ചിലപ്പോഴൊക്കെ നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചിട്ട് കാശുള്ളവനും കഴിവുള്ളവനും സ്വാധീനമുള്ളവനൊക്കെയാണ് അർഹതയുള്ളവരെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. ഈശോയുടെ കണ്ണുകളിലൂടെ കാണണം. കാരണം അയക്കപ്പെട്ടത് ഈശോയ്ക്ക് പകരമായിട്ടാണ്, ഈശോയുടെ സ്ഥാനത്താണ്, ഈശോയ്ക്ക് പകരമായിട്ടാണ് അയക്കപ്പെട്ടത്. ഈശോയെ പോലെ ആ ഒരു മനോഭാവത്തോടു കൂടി പോകേണ്ടവനാണ്. അപ്പം അർഹതയെന്ന് ഈശോ ഉദ്ദേശിച്ചതും ഈ ഒരു തരത്തിൽ തന്നെ ആയിരിക്കണം. അപ്പം അങ്ങനെയുള്ള മനസ്സ് ഉള്ളവരെ, അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹമുള്ളവരെ കണ്ടെത്താനുള്ളൊരു വിവേകം, അവരോട് കൂടെ നിൽക്കാൻ, അവരുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ, സമാധാനത്തിൻ്റെ ഒരു വലിയൊരു അന്തരീക്ഷം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഈ അയക്കപ്പെടുന്നവൻ്റെ ഈ 4 ഗുണങ്ങൾ നമുക്ക് സ്വായത്തമാക്കാനായിട്ട് പരിശ്രമിക്കാം. അതിനു വേണ്ടിയിട്ട് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം, വചനം കൂടുതൽ ധ്യാനിക്കാം, പ്രാവർത്തികമാക്കാം. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിക്കാം. വചനസാരം വചനസാരം.